ജീവിതത്തെ ചോദ്യം ചെയ്യാനുള്ള പ്രാപ്തിയും ഉള്ള അധ്യാപകർ വേറൊന്ന് കോയക്കുട്ടിയാജി. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പല ഏർപ്പാടുണ്ട്. അദ്ദേഹം റബ്ബർ വെച്ചു. അപ്പോൾ റബ്ബർ വെച്ചപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ആളുകളുടെയൊക്കെ വിചാരം ഈ കുടിയേറ്റക്കാരായ ക്രിസ്ത്യാനിക്ക് മാത്രമേ റബ്ബർ വെക്കാൻ അറിയുള്ളൂ. അപ്പോൾ ആളുകൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, കുട്ടിക്കാലത്ത് ആചാര്യക്ക് ഭ്രാന്തായി പോയിട്ടോ, എന്താ റബ്ബർ വെക്കുക, നമുക്ക് റബ്ബർ വെക്കാൻ അറിയൂ, നമുക്ക് റബ്ബർ വെക്കാൻ സാധിക്കുമോ, അതൊക്കെ ക്രിസ്ത്യാനിയൊക്കെയല്ലേ, അതൊക്കെ തിരുവിതാംകൂറുകാർക്കല്ലേ എന്നാണ് ചോദിക്കുക. അദ്ദേഹം റബ്ബർ വെച്ചു. റബ്ബർ വെച്ചപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് 1960 വലിയ റബ്ബർ തോട്ടമാണ്. അവിടെ മരുന്ന് തളിക്കാൻ വേണ്ടി അദ്ദേഹം ഹെലികോപ്റ്റർ വരുത്തും. ആലോചിച്ച് നോക്കൂ, ഇത്രയും കൊല്ലം മുമ്പ് ഞങ്ങളുടെ ഒരു ഉൾനാട്ടിൽ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നിട്ട് മരുന്ന് തളിക്കുകയാണ്. അപ്പോൾ ഹെലികോപ്റ്റർ വരുമ്പോൾ അനേകം ആയിരം ആളുകൾ സമയപ്രദേശത്ത് മുഴുവൻ വരികയാണ് ഞങ്ങളുടെ നാട്ടിലേക്ക്. കാരണം ഞങ്ങളുടെ ഗ്രാമത്തിൽ ഹെലികോപ്റ്റർ വരുന്നതാണ്. അതൊരു സൂചകമാണ് ഞാൻ പറഞ്ഞത്. കാരണം അവിടെ ബസ്സില്ല, അതിൽ ലോറിക്ക് പോകാവുന്ന റോഡില്ല, അവിടെ റോഡിലൂടെ പോകുന്നത് കാളവണ്ടികൾ മാത്രമാണ്. ഞങ്ങളുടെ നാട്ടിലേക്കുള്ള അരിയും സാധനങ്ങളും, പഞ്ചസാര, മുളക്, മഞ്ഞൾ, കടുക്, ഇതെല്ലാം വരുന്നത് തോണിയിലാണ്.